പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 തീമോഥെയോസ് ലേഖനം 3-15 സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇത് എഴുതുന്നു. 1. സത്യത്തിൻ്റെ തൂണാണ്. 2. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് സഭ എന്ന് തിരുവചനം പറഞ്ഞിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സഭ ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനുള്ളതും എൻ്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കുകളുടെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകളാകുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പ്രഖ്യാപിച്ച യേശുക്രിസ്തു തലയായിരിക്കുന്ന സഭ. ആ സഭയുടെ ഏറ്റവും വലിയ ദൗത്യം അന്ധകാരത്തിലുണ്ടായിരുന്ന മനുഷ്യരെ നിത്യപ്രകാശത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. സഭയുടെ ദൗത്യം എന്ത് എന്ന് ചോദിച്ചാൽ ആഗോള സുവിശേഷീകരണത്തിന് വേണ്ടി നിലകൊള്ളുക, മറ്റുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക, മറ്റുള്ളവർക്ക് വെളിച്ചം പകരുക എന്നുള്ള ദൗത്യം. ഒരു നാളും സഭ മറന്നു പോകരുത്. ഇവിടെ നാം വായിക്കുന്ന ഇപ്രകാരം: നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനും സൂക്ഷിച്ചു കൊള്ളുക. സ്വന്തം രക്തം കൊടുത്ത് കർത്താവ് വാങ്ങിയതാണ് കർത്താവിൻ്റെ സഭ. വില കൊടുത്തു നാം എന്തു വാങ്ങിയാലും അത് സ്വന്തമാണ്. അതിന്മേൽ അവകാശം ഉന്നയിക്കുവാൻ ആർക്കും അധികാരമില്ല. യേശുക്രിസ്തുവിൻ്റെ പരിപൂർണമായ അവകാശത്തെ സ്വർഗം ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ എന്നീ വാക്കുകൾ വളരെ അർത്ഥവത്തുള്ളതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. മനുഷ്യൻ്റെ അറിവിലോ പരിജ്ഞാനത്തിലോ കഴിവുകളിലോ അല്ല ദൈവം സഭയുടെ പണി എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നു. പണിക്കാരെ കർത്താവ് നേരിട്ട് തിരഞ്ഞെടുക്കുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ് കർത്താവ് ചെയ്യുന്നത്. കർത്താവ് തിരഞ്ഞെടുക്കുന്നവരെ അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായിരുന്നു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ നമ്മൾ എങ്ങനെയാണ് ദൈവസഭയിൽ നടക്കുന്നത്, ദൈവസഭയിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് എപ്പോഴും ഓർമ്മയിൽ നമ്മുടെ വേണം. നമ്മളെപ്പോഴും ആ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെ നടക്കുന്നു, എന്താണ് നമ്മൾ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം നമ്മെ ഭരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ ദൈവസഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് പൗലോസ് ഇത് എഴുതുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ ആ കർത്താവിൽ ആശ്രയിച്ച് വിജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാം. അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.